അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ ചില മൗലവിമാരുടെ പ്രസംഗങ്ങൾ വീക്ഷിക്കാറുണ്ട്. ഇവരിവിടെ ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരു നൂറ്റാണ്ട് കാലത്തിലേറെയായി പ്രവർത്തിക്കുന്നു എന്നവകാശപ്പെടുന്ന ഇവർ ഇസ്ലാം ദീനിനെ വളർത്താനെന്ന പേരിൽ ഇവിടെ നടത്തുന്ന ഏതൊരു പ്രസംഗമുണ്ടോ അതിലൊക്കെ ഇവർക്കൊരു ശിർക്കാരോപണം ഉണ്ടാവും. കാരണം എന്താണ്, ഇവിടുത്തെ സുന്നികളും മുശ്രിക്കാണ്. മാത്രമല്ല മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗമല്ലാത്തവരൊക്കെ മുശ്രിക്കാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇഷ്ടത്തിൻ്റെ ആൾക്കാർ മാത്രമേ ഇപ്പോൾ എന്തുള്ളൂ യഥാർത്ഥ മുസ്ലിം ഉള്ളൂ എന്ന്. ഇങ്ങനെ ദീനിൽ നിന്ന് പുറത്താക്കി ഉള്ള ആളുകളുള്ള മുസ്ലിമീങ്ങളൊക്കെ ദീനിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സാഹചര്യം. മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ ദീനിൽ നിന്ന് പുറത്തു നിന്നാണ്, പിന്നെ അവനെ മുസ്ലിം എന്ന് പറയില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഇത് സാധാരണക്കാർ, മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട സാധാരണക്കാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഞങ്ങളൊക്കെ മുശ്രിക്കാണ്, ഞങ്ങളൊക്കെ മാപ്പിളജാതി അല്ല എന്നപ്പോൾ ഇവർ പറയണത്. നമ്മുടെ വിശ്വാസം നമ്മുടെ അടുത്തല്ല. ഇവിടെ ശിർക്കും തൗഹീദും എന്താണെന്ന് പഠിക്കാത്തവരല്ല സുന്നികൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദ്, അതിൻ്റെ മാറ്റത്തിലുള്ള ശിർക്ക്. എന്നാൽ വഹാബി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ പറയുന്നത് തൗഹീദിനെ മൂന്നാക്കി തിരിച്ചാണ് അവർ. ഉലൂഹിയ, റുബൂബിയ, സിഫാത്ത് വൽ ഔസാഫ്. ഇത് മൂന്നെണ്ണം ഉണ്ടെന്ന് നമ്മൾ പഠിച്ചത് കുറച്ച് കാലം സൗദി അറേബ്യയിൽ നിന്നപ്പോൾ അവിടെ ജന്നത്തുൽ ബക്കയിലെ ഖബർ സിയാറത്ത് ചെയ്യുന്ന സന്ദർഭത്തിൽ മുത്തവ്വ വന്നുകൊണ്ട് ഞങ്ങൾ പിടിച്ചു. അങ്ങനെ നിങ്ങൾ സിഹാവുൽ അർബ അറിയാം നിങ്ങൾക്ക് എന്ന് വെച്ചു. അപ്പോൾ സിഹാവ് സിത്ത് അറിയാമെന്ന് പറഞ്ഞു. എന്നാൽ ഞങ്ങൾ അർബ പഠിക്കണം. അപ്പോൾ സിഹാവ് സിത്ത് അർബ പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് സിഹാവ് സിത്തേന്ന് ചുരുക്കിയെടുത്തതാണ്. അതായിരുന്നെന്ന് വെച്ചേക്കുക. അപ്പോൾ അത് സൈഫുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യൻ്റെതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സന്ദർഭത്തിനനുസരിച്ചാണ്ട് സിഹാവ് സിത്തേന്ന് എടുത്തതാണ് ഞാനാണ്ട് മൂപ്പരുണ്ടാക്കിയൊരു വക. അപ്പോൾ പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെന്താക്കി കൊതറി ഓടി രക്ഷപ്പെട്ടു കൊടുന്നു. അങ്ങനത്തെ ഇത് തൗഹീദിനെ മൂന്നാക്കി തിരിക്കുക ചെയ്യണത് ഇവർ. ഉലൂഹിയ, റുബൂബിയ, സിഫാത്ത് വൽ ഔസാഫ്. എന്നാൽ സുന്നികൾ അങ്ങനെയൊന്നുമല്ല. സുന്നികൾക്ക് റസൂലുള്ള തൗഹീദ് പഠിപ്പിച്ചിരുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള തൗഹീദ്, അതിൻ്റെ മാറ്റത്തിലുള്ള ശിർക്കും. ഇത് ഈ പറയുന്ന വാക്കുകൊണ്ടല്ല സുന്നികൾ വിശ്വസിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരാൾ 1000 വട്ടം പറഞ്ഞാലും അവന് മുസ്ലിം ആകൂല വിശ്വാസത്തിലില്ലാതെ. അപ്പോൾ ശിർക്കും തൗഹീദും വിശ്വാസത്തിനോട് ബന്ധിച്ചത്. ഈ ബാലപാഠം നമ്മുടെ മുജാഹിദ് സഹോദരങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ സുന്നികളുടെ വിശ്വാസം എന്താണ്, അവരെ ഹൃദയത്തിലേക്കാണ് നോക്കുക. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാക്കി യൻദുറു ഇലാ ഖുലൂബിക്കും. അള്ളാഹ് നോക്കൽ നിങ്ങളുടെ രൂപത്തിലേക്കോ ഭാവത്തിലേക്കോ ഒന്നല്ല. അള്ളാഹ് നോക്കൽ നിങ്ങളെ സദറിലേക്കാണ്, നെഞ്ഞിലേക്ക്, ഹൃദയത്തിലേക്കാണെന്ന് പറഞ്ഞത്. റസൂലുള്ളാഹ് പറഞ്ഞല്ലോ, നിൻ്റെ ശരീരത്തിലുള്ള ഒരു മാംസകഷ്ണം അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി, മോശമായിരുന്നത് ഹൃദയമാണത്. അപ്പം ഞങ്ങളുടെ ഹൃദയത്തിലുള്ളതാണ് ഈമാൻ. ഈ ഈമാൻ നിങ്ങൾക്ക് ഇല്ല എന്നാണ് പറയുന്നത്. നമുക്ക് ഈമാനില്ല, നിങ്ങളെ പ്രവൃത്തി കൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ടെന്ന്. പ്രവൃത്തി ചെയ്തി കണ്ടുകൊണ്ട് മുസ്ലിമും കാഫിറും തീരുമാനിക്കാതിരിഞ്ഞാൽ ഇവർ മനസ്സിലാക്കണം. എന്താരോ, ഒരാളെ മുസ്ലിം അയാളെ മുശ്രിക്കാക്കിയാൽ അവൻ മുശ്രിക്കാണ്, ഹിന്ദു ആണ് അവന്. മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ ജാതിന്ന് പുറത്തുനിന്ന്. അപ്പോൾ ഇവിടെ അവരെ കൂട്ടത്തിൽ തന്നെ വിഷ്ടം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അത് മാത്രമേ യഥാർത്ഥത്തിലുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ മുശ്രിക്കാന്ന്. അപ്പോൾ അവർ ജിന്നിനെ വിളിച്ച് തേടി പ്രാർത്ഥിക്കണവരാണ്. പ്രാർത്ഥന പറഞ്ഞാലും എന്താണെന്ന് അറിയില്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതിനെ പറ്റി വിശദീകരിക്കുന്ന ആളുകൾ പറയുന്നത് എന്താണ്, ഇസ്തിദ്ആഉൽ അബ്ദു റബ്ബഹു ജല്ല ജലാല അൽ ഇനായത്ത വസ്തിന്ദാദു അൽ മഅൂനത്താണ്. തൻ്റെ റബ്ബിനോട് തേടുന്ന തട്ടത്തിനാണ് പ്രാർത്ഥന എന്ന് പറയില്ല. അല്ലാത്തൊന്നും പ്രാർത്ഥന എന്ന് പറയില്ല ഷറയിൽ. പിന്നെ നമ്മളെന്താണ്, സ്വാഭാവികമായിട്ട് അവനേക്കാൾ ഉയർന്ന ആളോട് പറയണതിന് പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് വാക്കിൽ ഉപയോഗിക്കാം. ഉമ്മാനോട് തേടും, നമ്മൾ ഉമ്മാനോട് ഒരു കാര്യം ചോദിച്ചാൽ ഉമ്മാനോട് പ്രാർത്ഥിച്ചു എന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് പറയാം. ഇസ്തിലായ അർത്ഥത്തിൽ, ശറയ്യ അർത്ഥത്തിൽ പ്രാർത്ഥന എന്ന റബ്ബിനോടുള്ള തട്ടത്തിനേ പറയുള്ളൂ. അപ്പോൾ ഇതും കൂടി മനസ്സിലാക്കാതെ സുന്നികൾ അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക ചെയ്യണത് പ്രാർത്ഥന എന്നാൽ എന്താണെന്ന് അറിയില്ല. വിളി, തേട്ടം, ഇതിനൊക്കെ ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ല, അല്ലാഹനെ കൂടാതെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറയും. ദുആക്ക് വിളിച്ച് പ്രാർത്ഥിക്കുക, തദഊന എന്നുള്ള വിളിയും കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. ഇനിയിപ്പം വിളിക്കാതെ പ്രാർത്ഥിച്ചു എന്നാലും ശിർക്കാവില്ല. മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു എന്നാലും അത് ശിർക്കാകൂലേ. അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ, ഇവിടെ അല്ലാത്തവരോട് പ്രാർത്ഥിക്കണില്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈ
അള്ളയാണെന്നുള്ള വിശ്വാസത്തിനോട് ആരോട് ചോദിച്ചാലും അതാണ് പ്രാർത്ഥനയാണത്. എന്നിട്ട് മക്ക മുശ്രിക്കുകളുടെ മേലെ ഇറങ്ങിയ ആയത്തുകളൊക്കെ സുന്നികളെ മേൽ വെച്ചിട്ട് ബഹുഭൂരിപക്ഷം വരുന്ന സുന്നികളെ മുശ്രിക്കാക്കാം. ഈ പരിപാടി നിർത്തണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങൾ വിയോജിച്ചാലും വണ്ടിയില്ല, ചോദിച്ചാലും വണ്ടിയില്ല, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയണതാ. ഇവിടെയുള്ള ഭൂരിഭാഗം വരുന്ന ആ ഒരു കാലത്തേന് ചങ്ങന്മാരെ ഇവരൊക്കെ മുശ്രിക്കാക്കി അങ്ങനെ അടച്ചാക്ഷേപിക്കുന്നത് ആ സമയമൊക്കെ ഇപ്പം കഴിഞ്ഞ്. നിങ്ങളെ മിമ്പറൊക്കെ ഇതിനാണ് ഉപയോഗിക്കണതെന്ന് ഇപ്പം നമുക്ക് മനസ്സിലായി. കാരണം എന്താ പറയുക, നിങ്ങളെ ഖുത്ബയും ജുമാന്ന് കേൾക്കാൻ നമ്മൾ ഇതുവരെ പോയിട്ടില്ല. പക്ഷേ ഇപ്പോൾ യൂട്യൂബിലൂടെ ഇങ്ങനെ വരിക. നിങ്ങൾ പറയുന്നത് എന്താണ്, ഫലസ്തീനിൽ അവിടെ നടന്നത് ഇവിടെ നടന്നതും ചുവയിലൊക്കെ നിങ്ങൾ പ്രസംഗിച്ചില്ലേ, അവസാനത്തെ ഹമാസും മരിച്ചു തീർന്നാലും അവിടെ എന്താണ് ജൂതനാണ് വിജയിക്കേണ്ടതെന്ന് ഇതൊക്കെ ഒരു ബുദ്ധിയുള്ള ആൾ പറയാം. ഇതൊക്കെ ഞങ്ങൾ മിമ്പർമ്മ നടക്കുന്നത് ഒരു നെറികേട്. അപ്പോൾ ഈ നെറികേടുകൾ അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഹിദായത്തിൻ്റെ മാർഗം തിരഞ്ഞെടുത്ത് സുന്നത്തിയമാത്തിലേക്ക് വരിക. അത് ഏത് സുന്നിയാട്ടെ, ഗ്രൂപ്പൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഒരു സംഘടനയിൽ പ്രവർത്തിച്ചില്ല എന്ന് കരുതിയാണ്ട് അവൻ മുസ്ലിം അല്ലാതൊക്കെ ഒന്നുമില്ല. സംഘടന ഉണ്ടായിട്ട് ഇവിടെ 100 കൊല്ലമായിട്ടുള്ളൂ. അതിൻ്റെ മുമ്പുള്ള ആൾക്കാർ ഇവിടെ മാലിക് ബിൻ ദീനാറും കൂട്ടരും കൊണ്ടുവന്ന ദീനാണ് ഇവിടുത്തെ ദീന്. ആ ദീനിന് എന്ത് അഭിപ്രായ വ്യത്യാസം അവിടെ ഉണ്ടാക്കിയത്? അതിൻ്റെ ശേഷമല്ലേ ഇതിനൊക്കെ വിമർശിച്ചാണ് മാലിക് ബിൻ ദീനാറും കൂട്ടരും സൈനുദ്ദീൻ മഖ്തൂം ഇവരൊക്കെയാണ് ഇവിടെ ദീൻ പ്രചരിപ്പിച്ചത്. അമ്പിയാക്കളെ അനന്തരാവകാശികളാണെന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ പ്രചരിപ്പിച്ച ദീനാണ് ഇവിടെ സുന്നികളും ഇവിടെ വിശ്വസിച്ച് പോരുന്നത്. പിന്നെ ഇവിടെ കുറേ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി അതാക്കി ഇതാക്കിയെന്ന്. എന്തില്ലാത്ത കാര്യങ്ങൾ റസൂലുള്ള ചെയ്തതാണോ അപ്പം മുജാഹിദ് പ്രസ്ഥാനം ചെയ്യണത്? ഇപ്പോൾ ഒരു ജുമാ ഖുത്ബ റസൂലുള്ള അറബിയിലാണ് ഖുത്ബ ഓതിയത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നബിൻ്റെ സാഹസിൽ കുറേ അറബികളല്ലാത്തവരൊക്കെ ഉണ്ട്. എന്നാൽ എല്ലാവർക്കും തിരിയണം എന്നുള്ള രൂപത്തിലാണെങ്കിൽ പല ആൾക്കാർക്കും അവിടുന്ന് പരിഭാഷപ്പെടുത്തി കൊടുക്കേനി. അന്നേ വരുന്നുണ്ട് ഹജ്ജിനുമൊക്കെ ആളുകൾ പല രാജ്യത്തിൽ നിന്നും. അപ്പോൾ ഇത്ര ശതമാനം ആൾക്കാർക്ക് ഖുത്ബ തിരിയണമെന്നൊന്നുമില്ല, കണക്കില്ല. സൊല്ലുകമാറായിത്തുമോനു വിസല്ലി, ഞാനെങ്ങനെ നിസ്കരിച്ചത് അതുപോലെ നിസ്കരിക്കൂ എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിസ്കാരത്തിനോടനുബന്ധമായ ഖുത്ബ എങ്ങനെ റസൂലുള്ള നടത്തിച്ചെങ്കിൽ അതുപോലെ നടത്തുന്ന അറബിയിലായിരിക്കുക എന്നുള്ളതാണ്. അത് ഏത് ഭാഷക്കാരാണെങ്കിലും. അതുകൊണ്ടാണല്ലോ പല ഭാഷക്കാരും ഉണ്ടായിട്ട് പല ഖത്തീബന്മാരും വെക്കഞ്ഞത്. എന്നാൽ അന്ന് തന്നെ മാലിക് ബിൻ ദീനാറും കൂട്ടരും ഇങ്ങോട്ട് കേരളത്തേക്ക് വന്നപ്പോൾ ഇവിടെയും പല ഭാഷയിലും ഖുത്ബ ഓതിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് യഥാർത്ഥ ദീനിൻ്റെ വിധികൾ അനുസരിച്ച് ജീവിക്കാൻ അള്ളാഹ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതിനുവേണ്ടി യത്നിക്കുക. മറ്റുള്ളവരെ മുശ്രിക്കാക്കി ജാതിയിൽ നിന്ന് പുറത്താക്കിയിട്ട് ഞാനും മുമ്പൊരാൾ പറഞ്ഞാൽ ഒരു തട്ടാനും ഞാനും മാത്രം സ്വർഗത്തിലായെങ്കിൽ ആ ചിന്താന്തം നിർത്തിയിട്ട് ശിർക്കും തൗഹീദും വിശ്വാസത്തിനോട് ബന്ധിച്ചതാണെന്ന് മനസ്സിലാക്കുക. ഇവിടെ ചെയ്യുന്ന അനാചാരങ്ങളുണ്ടെങ്കിൽ അത് വേറെ എതിർക്കേണ്ടത്. അതൊന്നും ശിർക്കല്ല. ശിർക്കും അനാചാരവും ഈ ബിദ്അത്തുകളൊക്കെ വേറെ ഉണ്ട്, അതൊക്കെ വേറെ എതിർക്കപ്പെടേണ്ടത്. അപ്പോൾ ഈ ശിർക്കാരോപണം നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഇനിയും ഇതിനെപ്പറ്റി നല്ല വ്യക്തമായിട്ട് പറയാൻ രേഖാമുഖമെല്ലാം പറയാൻ വേണ്ടിയിട്ട് എല്ലാ രേഖകളും ഉണ്ട്. അത് നിങ്ങൾ എടുപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.